ഓമലാളെ നിന്നെയോർത്തൻ കാത്തിരിപ്പിൻ സൂചിമുനയിൽ. ഹായ് ഫ്രണ്ട്സ്, റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. നമുക്ക് റാഫ് ഡയറിയിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഒന്നുമല്ല, ഗസ്റ്റ് അല്ല, കാരണം നമ്മുടെ റാഫ് ഡയറിയുടെ പുറകിൽ ഇപ്പോൾ മൊത്തം ഇയാളാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റാഫ് ഡയറി പഴയ പോലെയല്ല, സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വീഡിയോസ് ഇടണം, അതിൻ്റെ എഡിറ്റിങ്ങും തമ്പനെയിൽ ക്രിയേഷനും എല്ലാ പരിപാടിയും ഇയാൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫെബ്രുവരി 14, ഇന്ന് വീഡിയോ ഇടണമെന്ന് നിർബന്ധിച്ചതും ഇയാളാണ്. അപ്പോൾ എന്താണ് ഫെബ്രുവരി 14 ഒരു വീഡിയോ ഇടണമെന്ന് ഇത്ര നിർബന്ധം? എന്താ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ ഒരു സന്ദേശമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ റാഫ് ഡയറിയുടെ പോക്കിൻ്റെ പുറകിലെ ചാലകശക്തിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മണ്ട? ചോദിച്ചു നോക്കട്ടെ. വാലന്റൈൻസ് ഡേ ആണ്, വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞാണല്ലോ, എത്ര വർഷമായി എന്ന് ഓർമ്മണ്ട? എത്ര വർഷമായി? ഓർമ്മയില്ല. ഇതാണ് പരിപാടി അല്ലേ. 2004 നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. 2026 എത്രയായി? 22 വർഷങ്ങൾ. ഓ, 22 വർഷം ഞാൻ സഹിച്ചല്ലോ അല്ലേ. ഞാനും സഹിക്കില്ലേ, സഹിച്ചു എന്ന് വേണം പറയാൻ. ഈ സഹനം എന്ന് പറഞ്ഞാൽ തമാശക്ക് പറയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു 2 പതിറ്റാണ്ടായിരുന്നു. പറഞ്ഞാൽ ഫുൾ ടൈം ഭയങ്കര ഹാപ്പി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാവണമല്ലോ. ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണതാണല്ലോ. തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലോ അല്ലേ, ചട്ടിയും കലക്കാവുമ്പോൾ അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെയുള്ള കാര്യം. എന്നാലും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ 22 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, എന്ത് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്നാ തോന്നുന്നത്? എന്ത് മാറ്റങ്ങളാന്ന് വെച്ചാൽ എന്താ പറയാ, നല്ല നല്ല രീതിയിൽ പോണ്. അതായത് കുടുംബം ഒന്ന് വലുതായി. ഞങ്ങൾ 2 ആളുണ്ടായിരുന്നു, ഇപ്പോൾ 4 ആളായി. 2 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ്. മൂത്തയാളിപ്പോൾ 9th ക്ലാസ്സിൽ പഠിക്കുന്നത്, ചെറിയ ആള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അതെ, അതപ്പം ഞങ്ങൾ 4 പേരാണുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കുറേ ആളുകൾക്ക്, സംഭവങ്ങളൊക്കെ, കഥകളൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ റാഫ് ഫാമിലിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 വർഷം മുമ്പ് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെ, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലിപ്പം സാധാരണ ഇതിൽ ഈ ഫെബ്രുവരി 14 നമ്മൾ അങ്ങനെ സമ്മാനങ്ങൾ കൈമാറുന്ന പരിപാടിയൊന്നും പ്രത്യേകിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ 22 കൊല്ലം എന്ന് പറയുമ്പോഴേ അതിലൊരു 16 കൊല്ലമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഫെബ്രുവരി 14 നേരത്തെയും കൊടുത്തിട്ടില്ല, ഇപ്പോഴും സമ്മാനങ്ങളൊന്നും കൊടുക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറില്ല. പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ദിവസം എന്നുള്ളതുകൊണ്ട് വലിയ പ്രാധാന്യത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെ, വെഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ചെയ്യലുണ്ട്. പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മറ്റേത് ഈ റോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, ഇതൊന്നുമല്ല. ഇത് തന്നിട്ടുള്ളത് ബുക്സുകളാണ്. അങ്ങനെ കുറേ ബുക്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ്, ആ ബുക്സിനോടുള്ള ഇഷ്ടമാണ്. നമുക്ക് വേറെ ദിവസം പറയേണ്ടതുണ്ട്. നമ്മൾ ഓരോരോ ഇഷ്ടങ്ങളാണ് ഓരോ ബുക്സ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ബുക്സ് കുറേ ഇത് മൊത്തം ഗാന്ധിജീൻ്റെ ബുക്സാണ്. ഇത് കുറേ മോട്ടിവേഷൻ ബുക്സാണ്. അതുപോലെ തന്നെ വേറെ ഓരോ താല്പര്യങ്ങൾ, ഇവിടെ കുറേ പ്രണയവുമായി ബന്ധപ്പെട്ട ബുക്സ് ഉണ്ട്, ബുക്കുകൾ ടൈപ്പുകളുണ്ട്. അതെ, നമ്മൾ ഓരോ കാലത്ത് ഓരോ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നു നമ്മൾ വായന ഉണ്ടായിരുന്നത്. ഇപ്പോൾ വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയൻ്റെ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റയിൽ റീലും ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന ഒരു ഇതല്ലേ. പക്ഷേ എൻ്റെ വായന കുറയാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വായന വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം താല്പര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് വാലന്റൈൻസ് ഡേൻ്റെ കാര്യമാണ്. അത് മാറി മാറി വാലന്റൈൻസ് ഡേൻ്റെ ബുക്ക് ഗിഫ്റ്റ് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ വാലന്റൈൻസ് ഡേക്ക്? പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വാലന്റൈൻസ് ഡേക്കൊന്നും ബുക്കൊന്നും ഗിഫ്റ്റ് തന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. വാലന്റൈൻസ് ഡേക്ക് തന്നിട്ടില്ല, ഞാൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ. അതെ അതെ, പക്ഷേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. സെൻറ്റ് വാലന്റൈൻ്റെ ചരിത്രമുണ്ട്, സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട. അപ്പോൾ ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മൾ വീണ്ടും ഇനി അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു വാലന്റൈൻസ് ഡേ സന്ദേശം എന്നുള്ള രൂപത്തിൽ എന്താണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്? എന്താണ് ഇപ്പോൾ പറയുക, എന്താ എല്ലാവരും എന്താ നല്ല സന്തോഷത്തിൽ
പോകണം. ആ. പിന്നെ എന്താ പറയുക, നമ്മളെ പാർട്ട്ണറെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അതെ അതെ, അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് വളരുക. അതായത് ഒരാളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ചങ്ങലയാവരുത്, മറിച്ച് അയാളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ചിറകാവണം. അയാളുടെ പാഷൻ്റെ കൂടെ നിൽക്കണം, അല്ലേ? എന്ത് കൂടെ പറയുന്നു? നിൽക്കണം. അത് തന്നെയാണ് വലിയൊരു കാര്യം. അങ്ങനെ ഒരു ആൾ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക എന്ന് പറഞ്ഞത് നമുക്ക് വലിയൊരു കാര്യമായിരിക്കും അത്. അതായത് മറ്റൊരാളുടെ വ്യക്തിത്വത്തിനെ റിലേഷൻഷിപ്പിലായി എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ ഹനിക്കരുത്. അയാൾക്ക് അയാളുടെ പേഴ്സണാലിറ്റി ഉണ്ട്, അയാളുടെ ഇഷ്ടങ്ങളുണ്ട്, അയാളുടെ സ്വപ്നങ്ങളുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. തിരിച്ച് നമുക്ക് ഇങ്ങോട്ടും അതുപോലെ സപ്പോർട്ട് കിട്ടുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് വളരാൻ പറ്റും. ഞാൻ ഓർക്കുന്നതേ, നമ്മൾ റാഫ് ടോക്സ് തുടങ്ങിയിട്ട് ഒരു 7 കൊല്ലമായി. അപ്പോൾ അന്ന് നമ്മളെ രണ്ടാമത്തെ മോളെ പ്രസവിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. എൻ്റെ നിലവിലുണ്ടായിരുന്ന ജോലി, ഞാൻ 14 കൊല്ലക്കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലി വിട്ട് ഇങ്ങനെ അന്നൊന്നും ഇങ്ങനെ സ്പോർട്സ് ചാനലൊക്കെ തുടങ്ങി ആരും സക്സസ് ആയിട്ടില്ല. ടീച്ചിങ്ങിലായിരുന്നു അതെ അതെ, ഒരു 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 പ്രൈവറ്റ് സ്ഥാപനത്തിൽ ടീച്ചറായിരുന്നു 10-14 കൊല്ലം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അന്ന് നമ്മൾ ഈ റാഫ് ടോക്സ് തുടങ്ങുമ്പോൾ ഇങ്ങനെ സ്പോർട്സ് ചാനലായിട്ട് ആരും വിജയിച്ച ഒന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ കുടുംബം ഒന്നുകൂടി വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ആൾ തന്ന കട്ട സപ്പോർട്ടാണ് ഇന്ന് 1 മില്യൻ്റെ മേലെയുള്ള റാഫ് ടോക്സിൻ്റെ കാരണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പരസ്പരം നമ്മൾ ചിറകായിട്ട് മാറുക, സ്വപ്നങ്ങളുടെ ചിറകായിട്ട് മാറുക. പിന്നെ എന്നെ ഏറെ ആകർഷിച്ച ഇയാളുടെ ഒരു കഴിവുണ്ട്, അതും കൂടി ഒരു 2 വരി പാടാൻ പറ്റുമോ? പണ്ട് കോളേജിലായപ്പോൾ ഇൻ്റർസോണിലും ഒക്കെ പാട്ടൊക്കെ ആയിട്ട് പോയിരുന്ന ആൾ, എന്ത് പറയുന്നു? അന്നൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരുന്നു. ഇപ്പം ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ അങ്ങനെയല്ല, ഇപ്പം പാടലൊന്നും ഇല്ല. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും എന്താ പാടാത്തെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ. പക്ഷേ കുട്ടികൾക്കൊക്കെ പാടി കൊടുക്കാൻ പാടാലോ. റാഫ്ലർ ഇത് എടുക്കുന്നത്, റാഫ് ഫാമിലി ഇത് എടുക്കുന്നത്. എനിക്ക് അല്ലേ, അവനവൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ പുറത്തെടുക്കുന്നേ, എന്തിനാണ് ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു 2 വരി പാട്ട് എന്താണ് ഒരു അഭിപ്രായം പറയട്ടെ, പാട്ട് എങ്ങനെയുണ്ട്? എന്നാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ 2 വരി പാടി പാടാം നോക്കാം. പാടാം പാടാം. ആ. ഓമലാളെ നിന്നെയോർത്തൻ കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത്, ഞാൻ നിനക്കൊരു മാല തീർത്ത്. ഓമലാളെ നിന്നെയോർത്തൻ കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത്, ഞാൻ നിനക്കൊരു മാല തീർത്ത്. ഓമലാളെ നിന്നെയോർത്ത്. മതി. സൂപ്പർ സൂപ്പർ. അപ്പോൾ എങ്ങനെയുണ്ട് പാട്ട് എന്നൊന്ന് അഭിപ്രായം പറയും. ആൾക്കൊരു കോൺഫിഡൻസ് ഇത്തിരി കുറഞ്ഞു. നമ്മളിങ്ങനെ കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരില്ല. അപ്പോൾ നിർത്തിപ്പോയ റാഫ് ഡയറി വീണ്ടും റിവൈവ് ചെയ്ത ഇയാളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ സന്ദേശം പറയാം. എന്താ നമ്മുടെ സന്ദേശം? പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്വപ്നങ്ങൾക്ക് ചിറകായി മുന്നോട്ട് പോവുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അപ്പുറത്തെ ആൾക്കും പേഴ്സണാലിറ്റി ഉണ്ട്, അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നമ്മുടെ കൂടെയുള്ള ആളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ചങ്ങലയാവരുത്, മറിച്ച് അവരുടെ സ്വപ്നങ്ങളുടെ ചിറകായിട്ട് മാറുക. അപ്പോൾ നിങ്ങളുടെ വാലന്റൈനോട് നിങ്ങൾ പറയുക, എനിക്ക് നിൻ്റെ സ്വപ്നത്തിൻ്റെ ചിറകായി മാറണം.